ചാപ്റ്റർ 3 അമ്മയും അവളും. അവൾ വന്ന ദിവസം മഴയില്ലായിരുന്നു. പക്ഷേ ആകാശത്ത് മഴ വരുമെന്ന മുൻകൂട്ടി അറിയിച്ച പോലെ കാറ്റുവീശുന്നുണ്ടായിരുന്നു. അമ്മ രാവിലെ തന്നെ വീടൊന്ന് വൃത്തിയാക്കി. പൊടിയില്ലെന്നെനിക്കറിയാം, എന്നാലും അമ്മ വൃത്തിയാക്കും. ചില കാര്യങ്ങൾ ആവശ്യമുണ്ടായിട്ടല്ല, മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടിയാണ് അമ്മ ചെയ്യാറുള്ളത്. അവൾ വരുന്നതിന് കുറച്ചു മുൻപ് അമ്മ എന്നോട് ചോദിച്ചു, ചാരപ്പൊടിയുണ്ടല്ലോ? ഉണ്ട്, ഞാൻ പറഞ്ഞു. ഉണ്ടെന്നെനിക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷെ അമ്മയ്ക്കത് കേട്ടാൽ മതിയായിരുന്നു. അവൾ വാതിൽക്കലെത്തിയപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല. അമ്മ എഴുന്നേറ്റു. വരൂ, അമ്മ പറഞ്ഞു. അവൾ അകത്തേക്ക് വന്നു. കുറച്ചു ക്ഷീണമുണ്ടായിരുന്നു. അത് യാത്രയുടേതാണോ ജീവിതത്തിൻ്റേതാണോ എനിക്ക് മനസ്സിലായില്ല. അമ്മ അവളെ നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ അടുക്കളയിലേക്ക് പോയി. അവളും കൂടെ പോയി. അവർ രണ്ടുപേരും ഒറ്റയ്ക്കവിടെ നിൽക്കുമ്പോൾ ഞാൻ മുറിയിൽ തന്നെയിരുന്നു. ശരീരം മുറിയിലും മനസ്സടുക്കളയിലും എന്ന് പറയാം. ചായ എടുക്കട്ടെ? അമ്മ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. അത് വലിയ സംഭാഷണമല്ല. പക്ഷേ അവരുടെ ആദ്യ സംഭാഷണം അതായിരുന്നു. ചായ കുടിക്കുമ്പോൾ അമ്മ അവളോട് ചോദിച്ചു, ജോലി എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല, അവൾ പറഞ്ഞു. അമ്മ തലകുനിച്ചു. അത് അവളുടെ ജീവിതത്തെ അംഗീകരിച്ചതുപോലെ തോന്നി. അവൾ എന്നെക്കുറിച്ച് അമ്മയോടൊന്നും പറഞ്ഞില്ല. അമ്മയും അവളോട് എന്നെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവിടെ ഞാനില്ലായിരുന്നു. അതിലെനിക്ക് ചെറിയൊരാശ്വാസം തോന്നി. അവൾ പോകാൻ എഴുന്നേറ്റപ്പോൾ അമ്മ പറഞ്ഞു, വീണ്ടും വരണം. അവളൊന്നു മൂളുക മാത്രം ചെയ്തു. അത് വാഗ്ദാനമായിരുന്നില്ല, വിനയം മാത്രമായിരുന്നു. അവൾ പോയ ശേഷം അമ്മ അടുക്കളയിൽ നിന്നെന്നെ വിളിച്ചു. അവൾ നല്ല കുട്ടിയാണ്, അമ്മ പറഞ്ഞു. അറിയാം, ഞാൻ പറഞ്ഞു. അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒരു വരിയിൽ അമ്മ എല്ലാം പറഞ്ഞു തീർത്തതുപോലെ. ഒരു ദീർഘശ്വാസം മാത്രം. വൈകുന്നേരം ഞാൻ ചായക്കടയിൽ പോയി. അവനവിടെ ഇല്ലായിരുന്നു. അവൻ സ്ഥിരമായി ഇരിക്കുന്ന കസേര മാത്രം അവിടെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ചായ കുടിക്കുമ്പോഴെനിക്ക് തോന്നി, ചില മനുഷ്യരുള്ളതുമില്ലാത്തതും നമ്മളിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാക്കാറില്ല. വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അമ്മ അടുക്കളയിൽ അവൾ ചായ കുടിച്ചുവെച്ച കപ്പ് ഇനിയും കഴുകിയിരുന്നില്ല. ഇത് ഞാൻ കഴുകിക്കോളാം, ഞാൻ പറഞ്ഞു. വേണ്ട, അമ്മ പറഞ്ഞു. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒന്നും ചോദിച്ചില്ല, അമ്മയും വിശദീകരിച്ചില്ല. ചിലതെല്ലാം അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുന്നത് അവരവിടെ ഉണ്ടെന്ന പോലെ തോന്നിക്കും. അതാണല്ലോ അച്ഛന്റെ പല ഓർമ്മകളും ഇന്നും അതുപോലെ തന്നെ ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാത്രി അവളെ ഞാൻ വിളിച്ചില്ല, അവളും വിളിച്ചില്ല. പക്ഷേ അമ്മ ഉറങ്ങാൻ പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഇല്ല, ഞാൻ പറഞ്ഞു. അത് പൂർണ്ണ സത്യമല്ലായിരുന്നു. പക്ഷേ അമ്മയോട് കള്ളം പറയാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നിട്ടും ഞാനിപ്പോൾ കള്ളം പറഞ്ഞു. കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് പുതുതായിട്ടൊന്നും ചെയ്തില്ല, പക്ഷേ മനസ്സിനൊരുപാട് മാറ്റം വന്നതുപോലെ തോന്നുന്നു. അതെന്നിൽ സന്തോഷമോ സങ്കടമോ പേടിയോ മറ്റൊരു വികാരവും ഉണ്ടാക്കിയില്ല. എങ്കിലും വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നെന്ന് മാത്രം. തുടരും.